ഏറെക്കാലമായി കാത്തിരുന്ന ചക്കരക്കല്ലിന്റെ വികസനം സംബന്ധിച്ച് സർവേ നടത്തി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ചക്കരക്കല്ലിനെ സംബന്ധിച്ച് ഇത് സർക്കാരിന്റെ പുതുവർഷ കൈനീട്ടവുമാവുകയാണ്. ചക്കരക്കൽ ബസ് സ്റ്റാൻഡ് കവല നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവേ ബൗണ്ടറീസ് ആക്ട് അനുസരിച്ചിട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ടൗണും സമീപത്തെ റോഡുകളും വികസിപ്പിക്കുന്നതിന് നിലവിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ് സർവേ പൂർത്തീകരിക്കണം. ഇരുവേരി വില്ലേജിൽ കണയന്നൂർ, മിടാവിലോട് എന്നിവയും അഞ്ചരക്കണ്ടിയിൽ മാമ്പാദേശത്തെ ചില ഭാഗങ്ങളും ചേർത്താണ് സർവേ നടത്തുന്നത്. പ്രഖ്യാപിച്ച തീയതി മുതൽ 15 ദിവസത്തിനകം സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ ടൗണും സമീപ ഭാഗങ്ങളും ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് 78 കോടിയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതനുസരിച്ച് മൗവഞ്ചേരി മുതൽ 4-ാം പീടിക ഡയാലിസിസ് സെന്റർ വരെ 18 മീറ്റർ വീതിയിലും 3 വരിയ റോഡിൽ ചക്കരക്കൽ ജംഗ്ഷൻ മുതൽ ബ്രോഡ്വീൻ വരെയുള്ള ഭാഗം 13 മീറ്റർ വീതിയിലും, മുഴപ്പാല റോഡിൽ ചക്കരക്കൽ ജംഗ്ഷൻ മുതൽ BM ആശുപത്രി പരിസരം വരെ 18 മീറ്റർ വീതിയിലും റോഡുകൾ വികസിപ്പിക്കും. കിഫ്ബിയുടെ സഹകരണത്തോടെയാണ് വികസനം നടക്കുക. നിലവിൽ റോഡിന് ചേർന്ന് കിടക്കുന്ന കടകൾ മിക്കതും നീക്കേണ്ടിവരും. ടാക്സി സ്റ്റാൻഡിന്റെ മുൻഭാഗത്തെ പഴയ കടകളും മാറ്റേണ്ടിവരും. ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. വീതി കുറഞ്ഞ റോഡുകൾ, റോഡരികിലെ വാഹന പാർക്കിംഗ് തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.